നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. സാർ നമസ്കാരം. സാർ, ഇപ്പോൾ ഭരണാധികാരിയെ നഷ്ടപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ വിറളി പൂണ്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇറാനുള്ളത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടികൾ ശക്തമായിരിക്കുകയാണ്. അവരുടെ ഒരു ഭരണാധികാരി നഷ്ടപ്പെട്ടു എന്ന് കരുതി എല്ലാം അവസാനിപ്പിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ശക്തമായി തന്നെ തിരിച്ചടിക്കുന്ന ഇറാനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം കാണുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ഒരുപോലെ പ്രതിസന്ധിയിലാകുന്ന കാഴ്ച കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ചോദ്യം, ഇതിങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ എത്രത്തോളം കാലം ഇതിങ്ങനെ അവസാനിക്കാതെ പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇതിനൊരു അന്ത്യം ഇനി എങ്ങനെ സംഭവിക്കും? ഈ പറയുന്ന പോലെ മധ്യസ്ഥതയ്ക്ക് ഇനി ഏതെങ്കിലും രാജ്യങ്ങൾ മുൻപിട്ടിറങ്ങിയാൽ മാത്രമായിരിക്കും ഇനി ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഇത് നീണ്ടുപോകാനുള്ള സാധ്യതയാണ്. ഇനി ഇതെങ്ങനെയാണ് ഇതിനൊരു അവസാനം ഉണ്ടാവുക? ഇസ്രായേലിൻ്റെ ഭാഷയിൽ തലമുറിച്ചിട്ടിട്ടും വിഷം ചീറ്റുന്ന ഒരു മാരക വിഷസർപ്പമായി ഇറാൻ ഇപ്പോഴും നിൽക്കുകയാണ്. അത് അവരുടെ ഭാഷയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സമാനമായ ചില വിശദീകരണങ്ങളും മുന്നറിയിപ്പുകളുമാണ് നൽകിയത്. ഇനിയും നിങ്ങൾ പ്രത്യാക്രമണവുമായി മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ വലിയ വിനാശം നിങ്ങളെ കാത്തിരിക്കുന്നുവെന്നാണ് വീണ്ടും ട്രംപ് ഓർമ്മപ്പെടുത്തുന്നത്. അമേരിക്ക ഏറ്റവും ശക്തമായ ആക്രമണങ്ങളിലേക്ക് കടക്കുകയാണ്. ഇസ്രയേലും ഇന്ന് 200 പോർജെറ്റുകളാണ് ആക്രമണത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നത്. 100 പോർജെറ്റുകൾ ടെഹ്റാൻ്റെ ആകാശത്തിന് മുകളിൽ. ഇസ്രയേൽ ഇന്നലെ ഔദ്യോഗികമായി വിശദീകരിച്ചിരിക്കുന്നത് 1200 ബോംബുകൾ ടെഹ്റാന് മേലും ഇറാൻ്റെ പല ഭാഗങ്ങളിലുമായി കഴിഞ്ഞ ദിവസം വർഷിച്ചുവെന്നാണ്. 1200 ബോംബുകൾ. അപ്പോൾ ഏറ്റവും മാരകമായ ആക്രമണത്തിലേക്ക് ഇസ്രയേലും അമേരിക്കയും കടക്കുന്നു. എന്താണ് അതിന് കാരണം? അതിനൊരു വ്യക്തമായ കാരണമുണ്ട്. കഴിഞ്ഞ ജൂണിൽ 12 ദിന യുദ്ധം ഇസ്രയേലും ഇറാനും തമ്മിൽ നടക്കുന്നു. അന്ന് IDF തന്നെ പുറത്തുവിട്ട ചില കണക്കുകൾ നമുക്ക് മുന്നിലുണ്ട്. ഇറാൻ്റെ പക്കലുള്ള ഏറ്റവും മാരകമായ ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണം സംബന്ധിച്ചായിരുന്നത് 2500 മുതൽ 3000 വരെ ഉഗ്ര മാരകശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ ശേഖരം ഇറാൻ്റെ പക്കലുണ്ട്. അതാണ് എല്ലാ കാലത്തും ഇസ്രായേലിനെ പരിഭ്രമത്തിലാഴ്ത്തുന്നത്. ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ വാർ ഹെഡിലേക്ക് അവർക്ക് ആണവായുധം ഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ഇല്ലാതാകും. ഈ ഭയം തുടക്കം മുതൽ ഇസ്രായേലിനുണ്ട്. നമുക്കറിയാം, റൂഹല്ല ഖമേനി 1979 അധികാരമേറ്റെടുത്തതിന് തൊട്ട് പിന്നാലെ ചെറിയ ചെകുത്താനും വലിയ ചെകുത്താനുമായി ഇസ്രായേലിനെ അമേരിക്കയും പ്രഖ്യാപിക്കുന്നു. ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും എന്ന ഉഗ്ര ശപഥം ചെയ്യുന്നു. അന്നു മുതൽ മൊസാദിൻ്റെ മുഖ്യ ദൗത്യം ഇറാൻ ഒരിക്കലും ഒരു ആണവശക്തി ആകാതിരിക്കുക എന്നതാണ്. ഈ മൊസാദിൻ്റെ തലവന്മാർ അറിയപ്പെടുന്ന റംസദ്മാർ എന്നതാണ്. ഓരോ റംസദ് അധികാരത്തിലെത്തുമ്പോഴും അവരൊരു പ്രതിജ്ഞയെടുക്കും. വരുന്ന 15 വർഷത്തേക്ക് ഇറാൻ ആണവ ശേഷി നേടില്ല എന്നീ രാജ്യത്തിന് ഞാൻ ഉറപ്പ് നൽകുന്നുവെന്ന്. ഒരു റംസദിൻ്റെ കാലം തീരുന്നത് അന്ന് മുതൽ 15 വർഷത്തേക്ക് ഇറാൻ ഒരു ആണവശേഷി ആകില്ല എന്ന് ഉറപ്പ് വരുത്തി ആ സ്ഥാനം ഒഴിയണമെന്നതാണ് അവിടെയുള്ളൊരു അലിഖിത വ്യവസ്ഥ. അത്തരമൊരു വ്യവസ്ഥ പാലിച്ചുകൊണ്ട് ഓരോ റംസദ്മാരും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി ഇറാൻ മറ്റ് തന്ത്രങ്ങളാണ് മെനയുന്നത്. അതിലെ ഏറ്റവും വലിയൊരു വിജയം ഇറാന് നേടാൻ കഴിഞ്ഞത് അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉൽപ്പാദനത്തിലാണ്. 1700 കിലോമീറ്ററിലധികം ദൂരത്തിലെത്തുന്ന അതിമാരകശേഷിയുള്ള മിസൈലുകൾ അവർ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഏറ്റവും പുതിയ ശ്രേണി നമുക്കറിയാം, ഫത്ത പോലുള്ള മിസൈൽ ശേഖരം. അതിൻ്റെ പ്രഹരശേഷി എത്രയെന്ന് മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒന്നും വ്യക്തത ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ജൂൺ വരെ. സാധാരണഗതിയിൽ എല്ലാ കാലഘട്ടത്തിലും ഇസ്രായേൽ മിസൈൽ ആക്രമണങ്ങളെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അവരതിനുവേണ്ടി ബോംബ് ഷെൽട്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. 2 തലത്തിലുള്ള ബോംബ് ഷെൽട്ടറുകളുണ്ട്. ഒന്ന്, എല്ലാ വീടുകളുടെയും ഓഫീസുകളുടെയും കെട്ടിടങ്ങൾക്ക് താഴെ വളരെ സുരക്ഷിതമായ ബോംബ് ഷെൽട്ടറുണ്ട്. പിന്നെ പൊതു ബോംബ് ഷെൽട്ടറുകൾ. ഒരു നഗരത്തിൽ പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായാൽ സൈറൺ മുഴങ്ങി 90 സെക്കൻഡിനകം ഈ ബോംബ് ഷെൽട്ടറിലേക്ക് അവർ ചെല്ലണം. മിസൈൽ തൊടുത്തു എന്ന് ഇവരുടെ ഡിഫൻസ് സിസ്റ്റം തിരിച്ചറിഞ്ഞാൽ 10 മുതൽ 20 മിനിറ്റുകൾക്കിടയിൽ ആദ്യ സൈറൺ മുഴങ്ങും. അപ്പോൾ അടുത്ത ബോംബ് ഷെൽട്ടറിന് മുന്നിലെത്തണം. പിന്നീട് 90 സെക്കൻഡേ ഉള്ളൂ രണ്ടാമത്തെ സൈറൺ മുഴങ്ങിയാൽ. ആ 90 സെക്കൻഡിനുള്ളിൽ ബോംബ് ഷെൽട്ടറിൽ കയറി സുരക്ഷിതമായിരിക്കണം. അപ്പോൾ ഈ പൊതു ബോംബ് ഷെൽട്ടറിൻ്റെ വലിയ അപാകത, ആളുകൾ കൂട്ടത്തോടെ അതിൻ്റെ വാതിൽക്കൽ എത്തി നിൽക്കും ഈ അവസാന സൈറന് വേണ്ടി. പിന്നെ വലിയ തിക്കും തിരക്കുമാകും. ഇപ്പോൾ കൃത്യതയോടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ആദ്യ സൈറൺ മുഴങ്ങുമ്പോഴേ നിങ്ങൾ സുരക്ഷിതരായിരിക്കാൻ. കാരണം അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നു ഈ ബാലിസ്റ്റിക് മിസൈലിൻ്റെ വേഗത സംബന്ധിച്ച്. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ നടുങ്ങിയ ഒരു കാഴ്ച നമ്മൾ കണ്ടു. അവിടെ നിന്ന് നമുക്കൊന്ന് പുറത്തേക്ക് വരാം. ഇന്നലെ ജെറുസലേമിന് അടുത്ത് ഒരു മാരകമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇന്നലെ നടന്നു. നമ്മൾക്ക് കേട്ടു ആ മിസൈൽ ആക്രമണത്തിൻ്റെ അപകട ഭീതി അത്ര നിസ്സാരമായിരുന്നില്ല. സംഭവ സ്ഥലത്ത് തന്നെ 8 പേർ മരിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് വഴി മറ്റൊരാൾ കൂടി മരിച്ചു. പിന്നീട് 4 പേർ കൂടി മരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബെയ്റ്റ് ഷെമഷെ എന്നൊരു സ്ഥലത്താണ് ഈ ആക്രമണം നടന്നത്. അവിടെ ഒരു സിനഗോഗിൽ ആളുകൾ പ്രാർത്ഥിക്കാനായി എത്തിയ ഒരു സമയത്തായിരുന്നു. പക്ഷേ ആദ്യ സൈറൺ മുഴങ്ങിയതിന് പിന്നാലെ ബോംബ് ഷെൽട്ടറിലേക്ക് ഇവർ മാറി. ബോംബ് ഷെൽട്ടറിൽ ഇരിക്കുകയായിരുന്നു, സുരക്ഷിതമായി എന്ന ധാരണയിലായിരുന്നവർ. പക്ഷേ ഇറാൻ പ്രയോഗിച്ച ഈ ബാലിസ്റ്റിക് മിസൈൽ ബോംബ് ഷെൽട്ടർ തകർത്തു, സമീപ വീടുകളും തകർത്തു. അപ്പോൾ ഇസ്രയേൽ പൂർണ്ണമായും നടുക്കത്തിലാണ്. കാരണം ബോംബ് ഷെൽട്ടർ തകർക്കുന്ന ബാലിസ്റ്റിക് മാരക പ്രഹരത്തിൽ അവർ കൂടുതൽ ജാഗ്രത പാലിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇസ്രയേലിൻ്റെ കണക്കൂട്ടലുകൾ തെറ്റി. ഇതുതന്നെയാണ് ഇസ്രയേൽ ഭയപ്പെട്ടിരുന്നത്. ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം കഴിഞ്ഞ ജൂണിൽ ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോൾ 3000-ൽ എത്തി നിൽക്കുന്നു എന്ന് IDF പ്രഖ്യാപിക്കുന്നു. വരുന്ന 2 വർഷത്തിനുള്ളിൽ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിൻ്റെ എണ്ണം 3000-ൽ നിന്ന് 8000-ആക്കി മാറ്റും എന്നൊരു ഭീതി. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് അവരുടെ രാജ്യം എന്നേക്കുമായി തവിട് പൊടിയാക്കാൻ ശേഷിയുള്ള മാരക ആയുധങ്ങളാണ്. ഇത് പൂർണ്ണമായും ഇറാൻ്റെ മണ്ണിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം. ആണവ നിർവ്യാപനം അമേരിക്ക ഉയർത്തിക്കാട്ടുന്നത് പോലെ ആണവ നിർവ്യാപനം മാത്രമല്ല അവരുടെ ലക്ഷ്യം, പകരം ആയുധങ്ങൾ നിർവീര്യമാക്കുക. ഇസ്രായേലിന് നേർക്ക് ഇറാൻ ഒരു ആക്രമണവും നടത്താൻ പാടില്ല. ഇത് അമേരിക്കയും ഇസ്രായേലും ചേർന്നെടുത്ത ഒരു ഉഗ്രശപഥം തന്നെയാണ്. അതിൻ്റെ തുടർച്ചയായിരുന്നു തുടർന്ന് നടന്ന ചർച്ചകളും ആണവ കരാറിലെത്താതിരിക്കാൻ ഇറാൻ ഉയർത്തിയ തൊടുന്യായങ്ങളും ഒടുവിൽ ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഇറാനിലേക്ക് നടത്തിയ കടന്നാക്രമണവും. കഴിഞ്ഞ ജൂണിൽ ഇസ്രയേൽ പ്രഖ്യാപിച്ചത് 1500ഓളം മിസൈലുകൾ അതിൻ്റെ ഉൽപ്പാദന കേന്ദ്രത്തിൽ വെച്ച് തന്നെ തകർത്തുവെന്നാണ് ആക്രമണത്തിൽ. അപ്പോഴും അന്നത്തെ ആക്രമണങ്ങളിൽ ഇറാൻ ഉപയോഗിച്ചത് ഏകദേശം 500-ൽ താഴെ മിസൈലുകൾ മാത്രമാണ്. ഒരൊറ്റ ദിവസം ആദ്യ ദിവസം 200 ബാലിസ്റ്റിക് മിസൈലുകൾ തീമഴ പോലെ ഇസ്രയേലിലേക്ക് പെയ്യിച്ചുകൊണ്ടാണ് അന്ന് ഇറാൻ ആക്രമണം തുടങ്ങിയത്. അന്നത്തെ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ പേര് മരിച്ചത് 9 പേരാണ്. പക്ഷേ ഇപ്പോൾ 9-ലധികം ആളുകൾ ഈ 2ാം തരംഗത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, അപ്പോൾ കണക്കുകൾ പരിശോധിച്ചാൽ 2000-ഓളം മിസൈലുകൾ അവരുടെ ശേഖരത്തിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ തീർന്നുവെന്നും 1000-ലധികം മിസൈലുകൾ അവർ സൂക്ഷിച്ചിരുന്നുവെന്നും വ്യക്തമാകുന്നു ഇസ്രായേലിൻ്റെ പഠന റിപ്പോർട്ടുകളിൽ. പക്ഷേ കഴിഞ്ഞ ഒരു വർഷം അവർ ത്വരിതഗതിയിൽ ഓരോ മാസവും ഡസൻ കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു. ഇത് ഇസ്രായേലിനെ കൂടുതൽ അമ്പരപ്പിച്ചു, കൂടുതൽ അവർ ജാഗ്രതയിലായി. ഇപ്പോൾ പെട്ടെന്ന് ഈ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിൻ്റെ മുഖ്യ ലക്ഷ്യം ഇറാൻ്റെ പക്കലുള്ള ബാലിസ്റ്റിക് ശേഖരം പരമാവധി തകർക്കുകയാണ്. കാരണം അല്ലെങ്കിൽ അവർ കയറി അടിക്കും. ഇറാൻ ഇക്കുറി വളരെ സൂക്ഷ്മതയോടെ അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കുന്നത്. എല്ലാം കൂടി ഒറ്റയടിക്ക് ഇസ്രായേലിലേക്ക് തൊടുക്കുന്നില്ല. ഇസ്രായേലിലേക്ക് അവർ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുന്നു. തൊട്ടപ്പുറത്ത് നമുക്കറിയാം മിഡിൽ ഈസ്റ്റിൽ ഗൾഫ് രാജ്യങ്ങൾ GCC ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്ക് അവർ ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടത് ഇപ്പോൾ UAE-യിലേക്കാണ്. അത് സാധാരണ മിസൈലുകളാണ് കൂടുതൽ അയച്ചത്. 160ഓളം മിസൈലുകൾ, ഏകദേശം 180-ലധികം ഡ്രോണുകൾ അവർ ഉപയോഗിച്ചു. ഇതിൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയുണ്ട്. കഴിഞ്ഞ ജൂണിൽ വലിയ തോതിൽ അമേരിക്കൻ ഇൻ്റർസെപ്റ്റേഴ്സ് അവർക്ക് നഷ്ടപ്പെട്ടു. ഇക്കുറി അമേരിക്കയും ഇസ്രയേലും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ അമേരിക്കൻ യുദ്ധവിദഗ്ധർ പറയുന്നത് അമേരിക്കയുടെ ഇൻ്റർസെപ്റ്ററുകളുടെ അഭാവമാണ്. അമേരിക്കയും ഇസ്രയേലും കരുതുന്നതിനപ്പുറം വലിയ മിസൈൽ ശേഖരം ഇറാൻ്റെ പക്കലുണ്ട് എങ്കിൽ ഇതൊക്കെ ഇസ്രയേൽ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തു തുടങ്ങിയാൽ ഇതിനെ നിർവീര്യമാക്കാൻ ഉള്ള ഇൻ്റർസെപ്റ്ററുകൾ അതത്ര കണ്ട് ഇവരുടെ പക്കലുണ്ടോ? ഇൻ്റർസെപ്റ്ററുകളുടെ കാര്യത്തിൽ വലിയൊരു അഭാവം നേരിട്ടാൽ വലിയ ഭയാനക ദുരന്തമായിരിക്കും ഇസ്രായേലിനെ കാത്തിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കൊക്കെ ഇൻ്റർസെപ്റ്ററുകൾ നൽകുന്നത് അമേരിക്കയാണ്. മുഖ്യമായും താഡ് ഇൻ്റർസെപ്റ്ററുകളാണ് ഇപ്പോൾ ഇസ്രായേൽ അമേരിക്ക സംയുക്തമായി ഉപയോഗിക്കുന്നത്. താഡ് ഇൻ്റർസെപ്റ്ററുകളുടെ കാര്യത്തിലും വലിയ ലഭ്യത കുറവുണ്ട് എന്നാണ് യുദ്ധവിദഗ്ധർ പറയുന്നത്.
അതുകൊണ്ടാണ് B-2 ബോംബർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അതിമാരകമായ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയും ഇസ്രായേലും ആദ്യ 4 ദിനങ്ങളിൽ ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങൾ ഇറാനിൽ നടത്തുന്നത്. അവരുടെ മിസൈൽ ശേഖരം അവരുടെ അറയിൽ വെച്ച് തന്നെ തകർക്കുക. ഇന്നലെ ജെറുസലേമിലെ ആക്രമണത്തിന് തൊട്ട് മുൻപ് ഇസ്രായേലിലെ പ്രതിപക്ഷ നേതാക്കൾ അവിടെ ടെല്ലവീവിൽ ഒത്തുകൂടിയിരുന്നു. ഇസ്രായേലിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ടെല്ലവീവിൽ ബെൻഗൂർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു, ബെന്നറ്റ് പങ്കെടുത്തിരുന്നു. ബെന്നറ്റ് അവിടെ വെച്ചൊരു വലിയ വികാര നിർഭരമായൊരു പ്രസംഗം നടത്തി. സാധാരണ ബെന്നറ്റ് പലപ്പോഴും നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിമർശിക്കുന്നതാണ്. ബെന്നറ്റ് പറഞ്ഞു, ശത്രുവിനെ അവൻ്റെ മടയിൽ കയറി ആക്രമിക്കണം. ഞങ്ങൾ യുദ്ധഘട്ടത്തിൽ എപ്പോഴും സർക്കാരിനൊപ്പമാണ്. ഇസ്രായേലികൾക്കൊരു പോരാട്ട വീര്യമുണ്ട്. ഞങ്ങൾ ശത്രുവിൻ്റെ ആക്രമണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരല്ല, ശത്രുവിനെ മടയിൽ കയറി അടിക്കുന്നവരാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇറാനെ നിലം പരിശാക്കുക. ഇറാൻ നമ്മളെ ആക്രമിക്കാനുള്ള സമയം കൊടുക്കരുത്. ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രം ഇതാണ്. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ 6 ദിന യുദ്ധമെടുക്കുമ്പോഴും പിന്നീട് പലപ്പോഴും ഇസ്രായേൽ അവലംബിക്കുന്ന ഒരു യുദ്ധമാർഗം എന്ന് പറയുന്നത് അതിശക്തമായ ആക്രമണമാണ്. ശത്രുവിനെ മടയിൽ കയറി ആക്രമിച്ച് അവൻ്റെ ആയുധ ശേഖരം തകർക്കുന്ന ഒരു തന്ത്രമാണ് പലപ്പോഴും യുദ്ധത്തിൽ കൈക്കൊള്ളുന്നത്. അത് നമ്മൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച കണ്ടു. ശനിയാഴ്ച യുദ്ധത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ശനിയാഴ്ച പകൽ, സാധാരണ യുദ്ധം തുടങ്ങുന്നതൊക്കെ രാത്രിയിലാണ്. ഈ റഡാർ സംവിധാനങ്ങളെ കബളിപ്പിച്ച് ബോംബർ വിമാനങ്ങൾക്ക് ആകാശത്ത് നിന്ന് ബോംബുകൾ വർഷിക്കാനും ശത്രു സൈന്യം ഉറക്കത്തിലായിരിക്കുമ്പോൾ അവരെ തളർത്തുന്ന തലത്തിൽ ആക്രമണം നടത്താനും ഒക്കെ ഏറ്റവും നല്ലത് രാത്രികാലങ്ങളാണ്. രാത്രികാലങ്ങളിൽ പൊതുവെ ആകാശത്ത് മറ്റ് മൂവ്മെൻറ്റ്സും കുറവായിരിക്കും. പക്ഷേ ഇവിടെ ശനിയാഴ്ച പകൽ അതിരാവിലെ തന്നെ അമേരിക്കയും ഇസ്രായേലും ചേർന്നൊരു തീരുമാനമെടുത്തു. അതിന് പിന്നിൽ വളരെ വ്യക്തമായൊരു ആലോചനയുണ്ടായിരുന്നു. ഖമനേയി വളരെ സുരക്ഷിതരെന്ന് അദ്ദേഹം കരുതിയ കൊട്ടാരത്തിൽ 40ഓളം ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച തുടങ്ങിയ സമയത്താണ്. ഇത് കൃത്യതയോടെ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഖമനേയി ഓഫീസിലുണ്ടെന്നും അദ്ദേഹം രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ ഉദ്യോഗസ്ഥരുമായി രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങിയെന്നും കൃത്യതയോടെയുള്ള വിവരം ലഭിക്കുന്നു. പിന്നീട് അവർ നടത്തിയ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നു. ആ കൊട്ടാര വളപ്പിലുള്ള ഒരു 3-4 കെട്ടിടങ്ങളുണ്ട്. വളരെ നടുമുറ്റമൊക്കെ വലിയ വിശാലമായ കോമ്പൗണ്ടാണ്. ആ കെട്ടിടങ്ങളുടെ 4 വശങ്ങളിൽ നിന്ന് ആക്രമണം, 4 വശങ്ങളിലേക്ക് ബോംബുകൾ വർഷിക്കുന്നു. കെട്ടിടം ചാരക്കൂമ്പാരമായി വീഴുന്നു. 40ഓളം രാജ്യത്തെ IRGC കമാൻഡർ ഉൾപ്പെടെയാണ്. IRGC കമാൻഡർ, സുരക്ഷാ കൗൺസിൽ മെമ്പേഴ്സ്, രാജ്യത്തെ മുഖ്യ ഭരണനിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥരെ ഒറ്റയടിക്ക് 40 പേരെ കൊന്നൊടുക്കുന്നു. ഭരണത്തലവനെ കൊന്നൊടുക്കുന്നു. അപ്പോൾ ഇതുവഴി രാജ്യത്തൊരു അസ്ഥിരത സൃഷ്ടിക്കാമെന്നാണ് ഇസ്രായേലും അമേരിക്കയും ട്രംപും കരുതിയത്. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഇത് പാമ്പിൻ്റെ തലയറുത്തതുപോലെ പിന്നെ വാല് കിടന്ന് പിടയ്ക്കുകയാണ്. ഖമനേയിയെ കൊന്നിട്ടിട്ടും ഇറാൻ്റെ ആ പ്രതികാര വാഞ്ച തീരുന്നില്ല. അത് ഖമനേയി തന്നെ താഴേക്ക് പകർന്നു കൊടുത്ത ഒരു വിപ്ലവ വീര്യം അവരിൽ ജ്വലിക്കുന്നതുകൊണ്ടാണ്. ഖമനേയി കൊടുത്തിയ പക അത് താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരിലേക്ക് പെട്ടെന്ന് പ്രസരിച്ചു. ട്രംപ് ആദ്യ ദിനം തന്നെ കണക്കുകൂട്ടി ഇറാനിയൻ ജനത്തെ ആഹ്വാനം ചെയ്തിരുന്നു. നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുക, ഭരണകൂടത്തെ ഞങ്ങൾ ഇപ്പോൾ വീഴിക്കും, നിങ്ങൾ വീരോചിതമായി ആ ഭരണം ഏറ്റെടുക്കുക, ജനങ്ങളെ ഏറ്റെടുക്കുക. പക്ഷേ എന്നിട്ട് ജനം ഭയന്ന് നിൽക്കുകയാണ്. ഖമനേയിയുടെ മരണത്തിൽ ചിലരൊക്കെ സന്തോഷ പ്രകടനങ്ങൾ നടത്തിയെങ്കിലും ഇറാൻ ആദ്യം നിസ്സംഗതയോടെ നിൽക്കുന്നു. പിന്നീട് അവർ വളരെ അവസരോചിതമായി തിരിച്ചടിക്കുന്നു. അവരുടെ തിരിച്ചടി നേരെ ചെല്ലുന്നത് ഗൾഫിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കുമാണ്. അത് അമേരിക്കൻ സഖ്യരാജ്യങ്ങളാണ്. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇടമാണ്. അവിടെ അസ്ഥിരത സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അവർ സമ്മർദ്ദം ചെലുത്തുമെന്നും GCC അമേരിക്കയുടെയും ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നും യുദ്ധം അവസാനിപ്പിക്കുമെന്നും ഇറാൻ അനുകൂലമായി കാര്യങ്ങൾ ഭവിക്കുമെന്നും അവർ കരുതുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ അവർക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിയില്ല. കാരണം പാമ്പിനെയാണ് നോവിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജൂൺ മുതൽ ഇന്ന് വരെ ഇസ്രായേലിൻ്റെ കണക്കൂട്ടലിൽ അവർക്ക് നഷ്ടപ്പെട്ടതിലേറെ മിസൈലുകൾ അവർ ഉൽപ്പാദിപ്പിച്ചെടുത്ത രാജ്യമെങ്കിൽ അവരെ സംബന്ധിച്ചൊരു ഗ്യാപ്പ് കിട്ടിയാൽ വീണ്ടും ദീർഘദൂര മിസൈൽ നിർമ്മാണത്തിലേക്ക് കടക്കും. ആണവായുധം പോലും അവർ ഈ കാലഘട്ടത്തിൽ സ്വായത്തമാക്കിയെന്ന് വരാം. അതുകൊണ്ട് ശത്രുവിനെ നിലംപരിശാക്കി മാത്രമേ തുടങ്ങിയ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ ട്രംപിനും നെതന്യാഹുവിനും കഴിയൂ. അതാണ് ട്രംപിൻ്റെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നത്.
നമ്മൾ അമേരിക്കയിൽ പോലും പല വിധത്തിലുള്ള വിമർശനങ്ങൾ കേൾക്കുന്നു. അമേരിക്കയിൽ ഇന്നലെ ഒരു സർവേ നടന്നതിൽ 25% ആളുകൾ മാത്രമേ ട്രംപിനെ അനുകൂലിക്കുന്നുള്ളൂ യുദ്ധത്തിന്. പക്ഷേ ഇസ്രയേലിൽ അതല്ല. ഇസ്രയേലി ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. അവർ ബോംബ് ഷെൽട്ടറുകളിലേക്ക് ഓടുന്ന കാര്യത്തിൽ മാത്രമല്ല, ശത്രുവിനെ ആക്രമിച്ച് വീഴ്ത്തുന്നതിൽ പോലും ഒറ്റക്കെട്ടാണ്. ആ ഒരു യുദ്ധവീര്യമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൽ നമ്മൾ കാണുന്നത്. അതാണ് ഏറ്റവും മാരകം. ഇനി 2 പോംവഴികളാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മുന്നിലുള്ളത്. ഒന്ന്, എത്രയും പെട്ടെന്ന് ഇറാനെ ആക്രമിച്ച് വീഴ്ത്തുക. പക്ഷേ ആദ്യ കണക്കുകൂട്ടലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ധാരാളം ആളുകൾ അവിടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ആദ്യം ഇസ്രായേലും അമേരിക്കയും കണക്കുകൂട്ടിയത് ഖമനേയെ വീഴിച്ച് രാജ്യത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥരെ ഒറ്റയടിക്കങ്ങ് തീർത്താൽ പെട്ടെന്ന് ആയുധം വെച്ച് IRGC കീഴടങ്ങുമെന്ന്. ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്നൊരു ഭയം, IRGCയെ ആസ്ഥാനം ഇന്നലെ ബോംബിട്ട് തകർത്തു. IRGC ആസ്ഥാനം എന്ന് പറയുന്നത് ഇറാൻ്റെ നെഞ്ചിൻ കൂടാണ്, ഏറ്റവും പ്രതിരോധത്തിൻ്റെ ഒരു ബ്രെയിനാണ്. അത് തകർത്ത് കളഞ്ഞു. എന്നിട്ടും IRGC അല്ലെങ്കിൽ ഇറാൻ്റെ പരമ്പരാഗത സേന അവിടെയുള്ള മിസൈൽ ശേഖരം വളരെ ഫലപ്രദമായി പിൻ പോയിൻ്റായി ഉപയോഗിക്കുന്നു. അപ്പോൾ അത്ര നിസ്സാരക്കാരല്ല. IRGCയിൽ ഭിന്നിപ്പില്ല. IRGC ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഇതുവരെ പിളർന്ന് മാറുന്നില്ല, പിളർന്ന് വിവിധ വിഭാഗങ്ങളാകുന്നില്ല, ഒറ്റക്കെട്ടായി അവർ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ലക്ഷ്യം വയ്ക്കുന്ന ചില സന്ദേശങ്ങളുണ്ട്. ഇറാനെ അത്ര പെട്ടെന്ന് തളർത്തി വീഴ്ത്താൻ കഴിയില്ല. അവരുടെ മനോവീര്യം തളർത്തി വീഴ്ത്താൻ കഴിയില്ല. പഴയ പേർഷ്യൻ രക്തമാണ്. അവർ വലിയ പോരാളികളാണ്. ഇപ്പോൾ ഇതൊരു വലിയ വെല്ലുവിളിയായി ഏറ്റെടുത്തിരിക്കുകയാണ് അമേരിക്ക. മറിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്. അവർ എപ്പോഴും യുദ്ധമുഖത്ത് ജീവിക്കുന്നവരാണ്, യുദ്ധം ചെയ്ത് ശത്രുവിനെ വീഴ്ത്തുന്നവരാണ്. ഒക്ടോബർ 7, 2023 അവർ തുടക്കമിട്ട യുദ്ധം ഇറാനെ വീഴ്ച തീർക്കൂ എന്നവർ ശപഥം ചെയ്തവരാണ്. ഇറാൻ്റെ പ്രോക്സികളൊക്കെ അവർ തകർത്തു. ഇപ്പോൾ ഹിസ്ബുള്ള പോലും ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുന്നതിൽ ഇസ്രായേലിന് മാരകമായ പരിക്കേൽപ്പിക്കാം എന്നുള്ള ബോധ്യത്തിലല്ല, മറിച്ച് അവരുടെ ഇൻ്റർസെപ്റ്ററുകൾ പരമാവധി തീർക്കുക എന്ന ലക്ഷ്യത്തിലാണ്. ചെറുകിട ആക്രമണങ്ങളിലൂടെ ഇൻ്റർസെപ്റ്ററുകൾ പരമാവധി ഉപയോഗിച്ച് അത് നാമാവശേഷമാക്കിയാൽ അവരുടെ ആവനാഴിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇറാൻ്റെ ആവനാഴിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ട് മാരക പ്രഹരമേൽപ്പിക്കാൻ കഴിയും ഇസ്രായേൽ. അതാണ് ആത്യന്തിക ലക്ഷ്യം. അത്തരമൊരു സാഹചര്യം, അപകടം മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ഇനിയുള്ള ഒരു 48 മണിക്കൂർ വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ തീ തുപ്പുന്ന പോരാട്ടമായിരിക്കും ലോകം കാണുന്നത്. അതാണ് ഇന്നലെ കണ്ടത്. ടെഹ്റാൻ കത്തിക്കുകയായിരുന്നു ഇന്നലെ ഇസ്രായേൽ. ഇനി ടെഹ്റാൻ മാത്രമല്ല, ഇറാൻ ഒരു വലിയ രാജ്യമാണ്. അതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. നേരത്തെ ഗസ മുനമ്പിലും ലെബനനിലുമൊക്കെ ഇസ്രായേലിനൊരു വ്യക്തതയുള്ള യുദ്ധതന്ത്രം ഉണ്ടായിരുന്നു. എല്ലാം അവരുടെ റഡാർ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരാം. പക്ഷേ ഇറാൻ പോലെ വലിയൊരു വിസ്തൃത രാജ്യത്ത് നിന്ന് അതിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് അവർ മിസൈലുകൾ തൊടുക്കുന്നതെന്ന് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. അതിനുള്ള സംവിധാനങ്ങൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കും. ഒരുപക്ഷെ കൂടുതൽ ആക്രമണങ്ങൾ ഇനി ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങൾക്ക് നേരെ ഇവർ ആവർത്തിച്ചാൽ ഭയാനകമായ തലത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനിലെ സിവിലിയൻ ജനത്തിന് മേൽ ആക്രമണം നടത്തേണ്ടി വരും. ഇപ്പോൾ വളരെ കൃത്യതയോടെ അവർ IRGC കേന്ദ്രങ്ങൾ, ഭരണസിരാ കേന്ദ്രങ്ങൾ, ഖമനേയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, ഇവയ്ക്ക് നേരെയാണ് ആക്രമണം നടന്നത്. 1 ലക്ഷം മാത്രമാണ് പിഴച്ച ഒരു സ്കൂൾ കുട്ടികൾ കൊല്ലപ്പെട്ട ഒരു സംഭവം. മറ്റുള്ള ആക്രമണങ്ങളൊക്കെ പ്രിസിഷൻ അറ്റാക്സ് ആണ്. എന്തിനേറെ ഖമനേയെ കൊലപ്പെടുത്തിയതുപോലും വളരെ പ്രിസിഷൻ അറ്റാക്കിലൂടെയാണ് കൊലപ്പെടുത്തിയത്. ഖമനേയും കുടുംബാംഗങ്ങളും അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ചുരുക്കത്തിൽ വളരെ വ്യക്തതയുള്ള ഒരു പദ്ധതിയുമായി ഇവർ ഇറങ്ങിത്തിരിച്ചു എങ്കിലും ഇറാനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ അത്ര എളുപ്പമല്ല. ആ രാജ്യത്തിൻ്റെ വിസ്തൃതി, ആ രാജ്യത്തിലെ സൈനികരുടെ എണ്ണം 6.5 ലക്ഷം സൈനികരാണ്. അതല്ലാതെ റിസർവ് ഫോഴ്സ് ഉണ്ട് ഏകദേശം 4 ലക്ഷം. അതേസമയത്ത് ആക്റ്റീവ് സൈനികരായിട്ട് ഇസ്രായേലിലുള്ള 1 ലക്ഷത്തോളം ആളുകൾ മാത്രമേ സൈനികരേ ഉള്ളൂ. ഒരു തുലനം ചെയ്യാൻ കഴിയില്ല. ഒരു കരയുദ്ധം ഇമ്പോസിബിളാണ്. ഇറാനിൽ എത്തിയ ഒരു കരയുദ്ധം കൊണ്ട് അവരെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ആകാശ യുദ്ധത്തിന് പരിമിതികളുണ്ട്. ഇത്ര കാലം ഗസ മുനമ്പിൽ ബോംബുകൾ വർഷിച്ചിട്ടും മിസൈലുകൾ വർഷിച്ചിട്ടും ഗസ മുനമ്പിൽ ഇപ്പോഴും ഹമാസ് ഭീകരർ ഒളിച്ചിരിക്കുന്നു. ഹമാസിനൊടുവിൽ അവിടുത്തെ ഭരണം കൈമാറേണ്ടി വരുന്നൊരു സാഹചര്യം. ഇവിടെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ആത്യന്തിക ലക്ഷ്യം ഒരു ഭരണം അട്ടിമറിക്കുകയാണ്. അതിലേക്ക് എത്രത്തോളം സാധ്യമാക്കാൻ കഴിയും അവർക്ക് എളുപ്പത്തിൽ. പക്ഷേ ലോകം കരുതുന്നത്, ലോകം നടുങ്ങുന്ന തലത്തിൽ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും ഇറാന്. ആ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
അതിൻ്റെ സൂചനയാണ് ഈ B-2B ബോംബർ അടക്കം അമേരിക്ക ആക്രമണം നടത്തുന്ന ഒരു ശൈലി. ഇതിപ്പോൾ സാർ, ഇപ്പോൾ ഈ പറയുന്ന പോലെ GCC കൺട്രീസും അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പോൾ ആക്രമിക്കുന്ന രാജ്യങ്ങളല്ലാതെ മറ്റുള്ള അതിങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ അടക്കം ഒരു പ്രതിസന്ധിയിലാകുന്നൊരു ഘട്ടം വരുമോ കുറച്ച് ദിവസം കൂടി ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ? അല്ല, മറ്റു രാജ്യങ്ങളെ GCC സംബന്ധിച്ച് അവർ വ്യക്തമായ സന്ദേശം ഇന്ന് നൽകി കഴിഞ്ഞു. അവർ അമേരിക്കയെ തള്ളിപ്പറയുന്നില്ല GCC എന്ന്. കാരണം ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അമേരിക്കയെ തള്ളിപ്പറയുന്നത് ആത്മഹത്യക്ക് തുല്യമാണെന്ന് അവർക്കറിയാം. അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും അമേരിക്കയുടെ കയ്യിലാണ്. 2 ലക്ഷ്യങ്ങളുണ്ട് ഇറാന്. അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എങ്കിൽ നിങ്ങൾ സുരക്ഷിതരല്ല. അമേരിക്കയെ നിങ്ങൾ ഇനിയും മുന്നോട്ട് ഒരു സഖ്യ സംവിധാനമായി നിലനിർത്തുന്നതിൽ അർത്ഥമില്ല എന്നവരെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ആക്രമണത്തിൻ്റെ ഒരു ലക്ഷ്യം. മറ്റൊന്ന്, അമേരിക്കയെ തള്ളി പറയാൻ ഇവരെ നിർബന്ധിതരാക്കുക. പക്ഷേ നേരെ മറിച്ചാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. സൈപ്രസിലുള്ള ബ്രിട്ടീഷ് സൈന്യ കേന്ദ്രത്തിന് നേർക്ക് ആക്രമണം നടത്തിയ ഇറാനെതിരെ ഇപ്പോൾ ബ്രിട്ടൻ തിരിഞ്ഞിരിക്കുകയാണ്. ബ്രിട്ടനിൽ 2 തലത്തിൽ, ഒന്ന് പ്രതിപക്ഷം, ഗ്രീൻ പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം പൂർണ്ണമായും ഇറാനൊപ്പം ചേർന്ന് നിൽക്കണമെന്ന വാദം, വിചിത്രവാദം അവിടെ ഉയർന്നു കേൾക്കുന്നു. മറുവശത്ത് നമുക്കറിയാം കെയർ സ്റ്റാമർ വളരെ അമേരിക്കയുമായി അടുപ്പം സൂക്ഷിക്കുന്ന ആളാണ്. യുദ്ധത്തിൽ പങ്കുചേരണമെന്ന് ആഗ്രഹമുണ്ട്. ബ്രിട്ടനിലെ ഒരു പ്രത്യേക ജിയോ പൊളിറ്റിക്സ് അതാണ് പലപ്പോഴും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ അമേരിക്കൻ ഭാഗത്ത് ഉറപ്പിച്ചു നിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലെത്തിക്കുന്നത്. പക്ഷേ യുദ്ധം കനത്താൽ ഇനിയും ബ്രിട്ടീഷ് സേനാംഗങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയാൽ അവർ വളരെ നാച്ചുറലായിട്ട് യുദ്ധത്തിൻ്റെ ഭാഗമാവും, സഖ്യത്തിൻ്റെ ഭാഗമാവും. ഫ്രാൻസ് അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് അത്തരമൊരു സമീപനം കൈക്കൊള്ളാതിരിക്കാൻ കഴിയില്ല. കാരണം നാറ്റോ അംഗ രാജ്യമാണ് അമേരിക്ക. തങ്ങളുടെ ഒരു നാറ്റോ അംഗരാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. കാരണം നാളെ ഏതെങ്കിലും ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യത്തെ റഷ്യ കയറി അടിച്ചാൽ അമേരിക്ക നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇതൊരു അപകടകരമായ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ യുദ്ധത്തിൽ നിന്ന് നിരീക്ഷണ എന്നുള്ളൊരു ഘട്ടത്തിൽ നിൽക്കാൻ കഴിയും. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ യുദ്ധമുന്നണിയുടെ ഭാഗമാകേണ്ടി വരും യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ച്. 1. 2, GCC രാജ്യങ്ങളെ സംബന്ധിച്ച് അടി കൊണ്ട് ദീർഘകാലം അവർക്ക് നിൽക്കാൻ കഴിയില്ല. ആ രാജ്യത്തെ ജനങ്ങൾ ഭയചകിതരാകും. തങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി ഭരണകൂടങ്ങൾക്കില്ല എന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ ജനാധിപത്യ വാദമുയരും. ഇതൊക്കെ ഓരോ ഏകാധിപതികൾക്ക് കീഴിൽ അല്ലെങ്കിൽ ഒരു ഏകാധിപത്യമുള്ള ഒരു ഭരണ സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ്. ഇതൊക്കെ അമേരിക്കയുടെ സഹായത്തോടെയാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. അമേരിക്ക എവിടെയെങ്കിലും വെച്ച് അവരുടെ ആ സഹായം പിൻവലിച്ചാൽ നമുക്കറിയാം ഇറാഖിലെ സദാം ഹുസൈന് സംഭവിച്ചത്, നേരത്തെ കേണൽ ഗദ്ദാഫിക്ക് സംഭവിച്ചത്. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. പഴയ വസന്ത വിപ്ലവം, മുല്ലപ്പൂ വിപ്ലവമൊക്കെ വീണ്ടും തിരികെ എത്താനുള്ള സാധ്യത ഈ ഗൾഫ് മേഖലയിലുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും അവർ അമേരിക്കയെ തള്ളിപ്പറയില്ല. അവർക്ക് കാര്യമായ ആയുധശേഷിയില്ല. അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെങ്കിൽ അമേരിക്കൻ സൈനികർ തന്നെ അവിടെ എത്തണം. എങ്കിലും GCC ഔദ്യോഗികമായി ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം. അത് കൂടുതൽ സങ്കീർണമാക്കും. GCC ഇറാനെതിരെ ഒരു നിലപാടെടുത്താൽ അമേരിക്കയും ഇസ്രയേലും അതിശക്തമായ യുദ്ധമുന്നണിയിൽ ഉറച്ചു നിന്നാൽ, ഇത് ലോകത്തിലേക്ക് കൂടുതൽ പടർന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഈ മുന്നണിയുടെ ഭാഗമാകാൻ കഴിയൂ. ഇറാനെ പിന്തുണയ്ക്കാൻ കഴിയില്ല. ഇറാനോട് ആയുധം താഴെ വയ്ക്കാൻ ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും ആവശ്യപ്പെടുന്ന ഘട്ടത്തിലെത്തും. അതുകൊണ്ട് ഈ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് ഇപ്പോൾ കടക്കും എന്ന് നമുക്ക് പറയുക വയ്യ. പക്ഷേ യുദ്ധമുഖത്തേക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എത്തിയാൽ റഷ്യയുടെ നിലപാട് എന്തായിരിക്കും? അത്തരമൊരു സാഹചര്യത്തിൽ റഷ്യ ഇറാനൊപ്പം ചേരണമെന്ന് യുക്രൈൻ പോലും ആഗ്രഹിക്കും. കാരണം ഇതിനെ കൂടുതൽ യുദ്ധത്തെ വിപുലമാക്കാൻ. ആ സാഹചര്യത്തിൽ ഒരു ലോകയുദ്ധമായി മാറിയേക്കാം. അതുകൊണ്ട് അപകടകരമായ സാഹചര്യത്തിൽ എത്തുന്നത് വരെ വളരെ ഒരു മെല്ലപ്പോക്ക് നയം ഇസ്രായേലും അമേരിക്കയും സ്വീകരിക്കില്ല. ഏറ്റവും കഠിനമായ ആക്രമണങ്ങളിലേക്ക് ഇസ്രായേൽ തിരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുതന്നെയാണ് ട്രംപ് ഇപ്പോൾ രാജ്യത്തെ 48 മണിക്കൂറിനുള്ളിൽ 2 തവണയാണ് ട്രംപ് സ്വന്തം രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ഏറ്റവും ഒടുവിൽ അമേരിക്ക അഭിസംബോധന ചെയ്തപ്പോൾ ട്രംപ് പറഞ്ഞു, നമ്മൾ മറുപടി കൊടുത്തിരിക്കും. 2 കാര്യങ്ങളൊക്കെ. ഒന്ന്, തങ്ങളുടെ 3 സൈനികർ കൊല്ലപ്പെട്ടതിൽ നമ്മൾ ഇറാന് മണിക്കൂറുകൾക്കകം തിരിച്ചടി നൽകുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാതി വഴിയിൽ പിൻവാങ്ങുക എളുപ്പമല്ല. അവർ ചർച്ചയ്ക്ക് വന്നു എന്ന് ഇന്നലെ പ്രഖ്യാപിച്ച ട്രംപ് ഇന്ന് ഇറാൻ്റെ ഒരു മറുവാദം കേട്ട് ഒരു പക്ഷേ ഞെട്ടിത്തെരിച്ച് കാണും. ഇറാൻ പറഞ്ഞു അമേരിക്കയുമായി ഇനി ഞങ്ങൾ ചർച്ചയ്ക്കില്ലെന്ന്. അപ്പോൾ
നിങ്ങളുമായി ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന് പറയുന്ന ഒരു ശത്രു രാജ്യത്തെ അങ്ങനെ സിമ്പിളായി ട്രംപ് വിട്ടുകളയില്ല, അവരെ അടിച്ചു തീർക്കും. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ വിജയം നമുക്കിപ്പോൾ പ്രവചിക്കുക വയ്യ. ഇറാനെ പൂർണ്ണമായി നിർവീര്യമാക്കി അവരുടെ ഭരണ സംവിധാനത്തെ പൂർണ്ണമായി അട്ടിമറിക്കാൻ കഴിയുമോ എന്ന ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ് ലോകം. പക്ഷേ മറുവശത്ത് ശത്രു ഇസ്രായേലാണ്. ലോകം പലപ്പോഴും ഇസ്രായേലിൻ്റെ ശക്തി കണ്ട് അമ്പരന്നിട്ടുണ്ട്. ഒരു വശത്ത് നിൽക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് അമേരിക്ക. മറുവശത്ത് ലോകത്തെ അമ്പരപ്പിക്കുന്ന ചാവേർ ആക്രമണങ്ങൾ എപ്പോഴും ഏകോപിപ്പിക്കുന്ന ഇസ്രായേൽ. അവർ രണ്ടും ചേരുമ്പോൾ ഇറാൻ ഒന്നുമല്ല എന്ന് നമ്മൾ ധരിക്കുന്നുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് അവർക്കുള്ള ഒരു സൈനിക ശേഷി, അവരുടെ ഒരു ഊർജം, പോരാട്ടവീര്യം, അതിനെയും നമ്മൾ നിസ്സാരമായി കാണരുത്. അതാണ് ഈ യുദ്ധത്തിൻ്റെ ഒരു സവിശേഷത. അതുപോലെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അയത്തുള്ള അലി ഖമനയുടെ ഒരു പിൻഗാമിയായിട്ട് മറ്റൊരാളെ അവർ വീണ്ടും തലപ്പത്തേക്ക് കൊണ്ടുവരുമോ? താൽക്കാലിക സ്ഥാനം ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഖമനയെ കൊല്ലപ്പെട്ടാൽ അവരൊരു പകരം പ്ലാൻ ബി തയ്യാറാക്കി വെച്ചിരുന്നു. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തിരിച്ചടി നൽകാൻ ഇറാന് കഴിയുമായിരുന്നില്ല. അമേരിക്കയ്ക്കും ഇസ്രായേലിനും പതറിയത് അവിടെയാണ്. അമേരിക്കയും ഇസ്രായേലും കണക്കുകൂട്ടിയത് തലവെട്ടിക്കളഞ്ഞാൽ പെട്ടെന്ന് വാല് പടച്ച് ഒടുങ്ങുമെന്നാണ്. അവിടെ വാല് പടച്ച് ഒടുങ്ങിയില്ല എന്ന് മാത്രമല്ല, തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് പിൻഗാമി മുന്നിലേക്ക് വരുന്നു. അപ്പോൾ ഖമനയെ തൻ്റെ പിൻഗാമിയെ ഒരുക്കി നിർത്തിയിരുന്നു, ഒരു സിസ്റ്റം ഒരുക്കി നിർത്തിയിരുന്നു. ശത്രുവിനെ തൻ്റെ മരണത്തിനപ്പുറം ഒരു നിതാന്ത ശത്രുവായി ഖമനയെ കണ്ടിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൻ്റെ മരണത്തിന് ശേഷമുള്ളൊരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് ഖമനയെ കൊല്ലപ്പെട്ടത്. ചുരുക്കത്തിൽ ആ ഒരു അപകടം ഇസ്രായേലും അമേരിക്കയും എത്രമാത്രം മനസ്സിലാക്കിയതെന്ന് നമുക്കറിയില്ല. ഏറ്റവും രൂക്ഷമായി ആക്രമണം ഒരു നിരപരാധികളായ നിസ്സഹായരായ ജനങ്ങളെ കൊന്നൊടുക്കുന്നതിൽ ചെന്നെത്തും. പക്ഷേ ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് നമുക്ക് രണ്ട് ഭാഗവും ചേർത്ത് വായിക്കണമല്ലോ. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതൊരു അനിവാര്യതയാണ്. നാളുകളിൽ തങ്ങളുടെ ജെറുസലേം തകർക്കുന്ന ഏറ്റവും മാരക മിസൈലുകൾക്ക് വേണ്ടി കാത്തിരിക്കാൻ പോരാട്ടവീര്യം ചോരയിലുള്ള ആ ജനത ഒരിക്കലും അങ്ങനെ അടങ്ങിയിരിക്കില്ല. അവർ ശത്രുവിൻ്റെ മടയിൽ കയറി അടിക്കുന്നവരാണ്. ശത്രു ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ തലച്ചോറിനെ ചിതറിപ്പിക്കുന്നവരാണ്. അത് നമ്മൾ മൊസാദിൻ്റെ പല ആക്രമണ പദ്ധതികളിലും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പതിറ്റാണ്ടുകൾ ഒരു പക്ഷേ ഇസ്രായേൽ ഇറാനെ തങ്ങളുടെ പൂർണ്ണ ശത്രു രാജ്യമായി പ്രഖ്യാപിക്കുന്ന 1988-89 കാലഘട്ടം മുതൽ കടന്നു വന്ന ഒരു 40 വർഷത്തെ ചരിത്രമെടുത്താൽ ഇറാൻ മണ്ണിൽ അവർ നടത്തിയ കൊലപാതകങ്ങളുടെ കണക്കുകൾ ഒന്നും രണ്ടുമല്ല. 500-ലധികം കൊലപാതക ആണവശാസ്ത്രജ്ഞർ, രാഷ്ട്രീയ നേതാക്കൾ, ഉന്നത ഉദ്യോഗസ്ഥർ ഇസ്രായേലിനെതിരെ തിരിയുന്ന ഓരോ തലച്ചോറും തിരിച്ചറിഞ്ഞ് അവരെ അവരുടെ രാജ്യത്തിലിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ശൈലി, ആ ചാവേർ ആക്രമണ ശൈലിയാണ് മൊസാദ് പിന്തുടർന്നിരുന്നത്. മൊസാദ് കൊടുത്ത ഒരു ഊർജം, ആ രഹസ്യാന്വേഷണ വിവരങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആക്രമണം ഇപ്പോൾ ഇത്ര ശക്തമായി ഇവർ കൊണ്ടുപോകുന്നത് മുന്നോട്ട്. ഒരു പൊട്ടുപോലെ നമ്മൾ ഈ ഭൂപടമെടുത്ത് ഇറാനെ നോക്കുമ്പോൾ ഇറാൻ ഒരു വലിയ രാജ്യമാണ്. വളരെ ദൂരെ ഒരു പൊട്ടുപോലെ കിടക്കുന്ന ഒരു കുഞ്ഞൻ രാജ്യം. അവർ വാസ്തവത്തിൽ വലിയൊരു ഭീമാകാരമായൊരു വലിയ ലോകത്തിൻ്റെ നെറുകയിൽ എന്നതുപോലെ ഒരു കാലത്ത് നിന്ന പേർഷ്യ 1935 അന്നത്തെ റേസ പഹ്ലവി ഷാ പഹ്ലവി ആ പേർഷ്യ എന്നുള്ള പേര് മാറ്റി ഇറാൻ എന്ന് പുനർനാമകരണം ചെയ്യുന്നത്. ആ ഇറാനെ, പഴയ പേർഷ്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള ഒരു ആത്മവിശ്വാസം, അതാണ് ലോക അമ്പരപ്പോടെ ഇസ്രായേലിനെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. അമേരിക്കയും ഒപ്പമുണ്ട്. അമേരിക്ക എന്ന കരുത്തിനൊപ്പമുള്ളപ്പോഴും ഓർക്കണം, അമേരിക്ക വളരെ മൈലുകൾക്കപ്പുറമാണ്. അമേരിക്ക നേരിട്ട് ആക്രമിക്കാൻ ഇറാന് കഴിയില്ല. അതുകൊണ്ടാണ് ഇസ്രായേലിനെ ആക്രമണത്തിനുള്ള ബേസായി അവർ എടുത്തിരിക്കുന്നത്. മറുവശത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ഞങ്ങളുടെ വ്യോമപാത ഇറാനെ ആക്രമിക്കാൻ തുറന്നു തരില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഇതെല്ലാം മറികടന്ന് ഇസ്രായേലിൻ്റെ ഒരു നിശ്ചയദാർഢ്യം, അത് ഒരു വശത്ത് അത്ഭുതമുളവാക്കുന്നു. പക്ഷെ മറുവശത്ത് എത്ര കത്തിച്ചാലും, എത്ര ആക്രമിച്ചാലും, എത്ര കൊന്നാലും തീരാത്ത യുദ്ധവീര്യം ഇറാനുണ്ട് എന്ന ഒരു ചരിത്ര വസ്തുത കൂടി നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായിട്ടും ഇനിയുള്ളൊരു 48 മണിക്കൂർ അത് അതിനിർണായകമാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരു നേതാവിനെ, അവരുടെ തലപ്പത്തുള്ള നേതാവിനെ നഷ്ടപ്പെട്ടിട്ടും ഒട്ടും ആത്മവീര്യം ചോരാതെ തന്നെയാണ് ഇറാൻ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇസ്രായേലും അമേരിക്കയും അതിനും ശക്തമായിട്ട് ഉള്ള തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്.
മലയാളികളടക്കം ആശങ്കയിലാണ്. കാരണം ഒരുപാട് പ്രവാസികൾ ഈ പറയുന്ന GCC കൺട്രീസിലൊക്കെ ഉള്ളതുകൊണ്ട് മലയാളികളടക്കം എപ്പോഴും വാർത്ത കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും യുദ്ധം അവസാനിക്കട്ടെ, അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്കും കാത്തിരുന്ന് തന്നെ കാണാം. GCC യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമുക്ക് അടുത്ത ചർച്ചയിൽ തീർച്ചയായിട്ടും നന്ദി, നമസ്കാരം.